നമ്മളായിട്ടെല്ലാം സ്കില്ല് വെച്ച് ഫ്യൂസ് ചെക്ക് ചെയ്തതിന് ശേഷം മീറ്റർ വർക്കാവുന്നില്ല. പിന്നെ നമ്മൾ RC വഴിയായി ഒരു ദിവസം കയറ്റി വെച്ച് കയറി നിന്ന് നമ്മൾ പിക്കപ്പ് കയറ്റി വണ്ടി കൊണ്ടുപോകാൻ നോക്കുകയാണ്. അവസാനത്തെ ഹോപ്പ് വെച്ച് ഒരു പ്രാവശ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. നോക്കിക്കോ, മീറ്റർ ഓണായപ്പാ അതിൻ്റെ ഫീസ് വേണം. മീറ്ററിൻ്റെ പോയല്ലേ ഇത് ഗാനൊക്കെയല്ലേ കാറിൻ്റെ സ്ക്രാച്ചാണ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ വണ്ടി നമുക്ക് പിക്കപ്പ് കയറ്റി വേണം കൊണ്ടുപോകാൻ വേണ്ടി. ഇതിനെ പറ്റിയ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അടിച്ചടിച്ച് ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ എവിടെ? ഇൻഡിക്കേറ്റർ 500 രൂപ കണ്ടാണ് പറഞ്ഞതിന്. ഇത് കളിക്കേറ്റാവും വണ്ടി ഇനി ഇറക്കത്തില്ല കേട്ടാ. താഴോട്ട് വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ഒരു പമ്പ് സ്റ്റാർട്ടാവുന്ന സൗണ്ടും ഇല്ല, സ്റ്റാർട്ടും ആവുന്നില്ലെന്ന്. പിന്നെ നമ്മൾ തന്നെ സ്കില്ല് വെച്ചിട്ട് നമ്മൾ ഫ്യൂസൊക്കെ അയച്ച് ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടിയുടെ മീറ്റർ ഇപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി കയറ്റിയിട്ട് ഇത് നേരെ ഇനി ആരെങ്കിലും കടയിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. നമ്മൾ ഇത്ര 4 പേര് മാത്രമേ ഉള്ളൂ വണ്ടി കയറ്റാൻ വേണ്ടി. പറ്റുമോ? അപ്പോൾ ഇനി നമുക്ക് വണ്ടി പൊക്കി ഇതിലോട്ട് കയറ്റിയതിന് ശേഷം കാണാം. നമ്മൾ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. നമ്മൾ 4 പേരോടെ സെറ്റായിട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ കയറ്റാൻ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി കുറച്ച് കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ ബാബ്സായി അമൽ ബാബ്സാണ് വണ്ടിയുടെ മുകളിൽ നിൽക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. എവിടെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു പമ്പ് സ്റ്റാർട്ടാകുന്ന സൗണ്ട് കേൾക്കണം. ഇപ്പോൾ അതിൽ കേൾക്കുന്നില്ല. നമ്മളായിട്ടെല്ലാം സ്കില്ല് വെച്ച് ഫ്യൂസ് ചെക്ക് ചെയ്തതിന് ശേഷം മീറ്റർ വർക്കാവുന്നില്ല. പിന്നെ രണ്ടും കൂടെ ചേർത്ത് ശരിയാക്കണം. KTMൻ്റെ സ്പെയറും കാലൊന്നും പുറത്തിട്ടാത്തത് വലിയൊരു അടി തന്നെയാണ്. ഇപ്പോൾ എവിടെ നമ്മൾ പണിയാൻ കൊടുത്താലും സ്പെയറും കാലൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊല്ലത്തൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരണം. അല്ലാത്ത രീതിക്ക് ഷോറൂമിൽ കയറ്റി മാത്രമേ ഈ വണ്ടി പണിയാൻ പറ്റൂ. ഈ വണ്ടിയുടെ ഏക ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് അത് മാത്രമാണ്. വണ്ടി മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി കയറി ഇരുന്നാണ് പോകുന്നത്. ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ അടിക്കോ ഇല്ലയെന്ന് പോലും അറിയില്ല. വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളവിടെ വെഞ്ഞാറമൂട് ജീനേന്ദ്രത്തിലാണ് കൊണ്ടുവന്നത്. അപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനേ പറയൂ. അപ്പോൾ ചെറിയ വലിയ ഇഷ്യൂസ് ആണെങ്കിൽ റിപ്പയർ ചെയ്യാനാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി എന്തായാലും പ്രശ്നമൊക്കെ കണ്ടുപിടിച്ചിട്ട് കാണാം. വണ്ടി തിരിച്ചെടുക്കാൻ പോയത് രാത്രിയായിട്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫ്യൂൽ പമ്പിൻ്റെ ഇഷ്യൂസ് ഒന്നും അല്ലായിരുന്നു. വണ്ടി ഒരു സൈഡിൽ നിന്ന് അയച്ച് ചെക്ക് ചെയ്ത് ഫുള്ള് വന്നപ്പോഴത്തേക്കാണ് ടാങ്കിൻ്റെ അടി എന്തോ ക്ലിപ്പോ കണക്ടറോ എന്തോ ലൂസായിരുന്നു. അവിടെ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് കാര്യം അറിയില്ല. പിന്നെ ഒരു മീറ്റർ വർക്ക് ആവാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഫ്യൂസ് അയച്ചൊന്ന് ചെക്ക് ചെയ്തായിരുന്നു സ്വന്തമായിട്ട്. ആ സമയത്ത് KTMൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലത്ത് ഫ്യൂസ് ഇല്ലായിരുന്നു. നമ്മൾ അയച്ചിട്ട് തിരിച്ചിടാൻ നേരത്ത് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഫ്യൂസ് ഇടുകയും ഉള്ള സ്ഥലത്ത് നമ്മൾ ഫ്യൂസ് ഇടാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വണ്ടിയുടെ മീറ്റർ വർക്കാവാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുന്നത്. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.